الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോട് തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മളെല്ലാവരും രാത്രി ഉറങ്ങുകയും രാവിലെ എണീക്കുന്നവരുമാണ് പ്രഭാതം കണ്ട് എഴുന്നേൽക്കുക എന്നത് തന്നെ ഈ പ്രപഞ്ചനാഥൻ്റെ അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തം കണ്ട് ഉണരുക എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രഭാതത്തിൻ്റെ വരവ് വെറും ഒരു സമയമാറ്റമല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. പ്രഭാതം വിടർന്നു വരുമ്പോൾ അതുകൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല പ്രഭാതത്തെ സത്യം ചെയ്തു പറയുന്നു. അത് മഹാത്ഭുതമായതുകൊണ്ടാണ് അത് സത്യം ചെയ്തു പറയുന്നത്. ഓരോ പുലരിയും കാണുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു അത്ഭുതമാണെന്ന് മനസ്സുകൊണ്ട് ഓർക്കുകയും അള്ളാഹുവിന് നന്ദി പറയുകയും വേണം. മരണത്തിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് യഥാർത്ഥത്തിൽ പ്രഭാതത്തിൽ നമ്മൾ ഉണരുന്നത്. ഉറക്കം ഒരു ചെറിയ മരണമാണ്. പ്രഭാതത്തിൽ ഉണരുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ. നമ്മെ മരണപ്പെടുത്തിയതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും, അവരിലേക്കാണ് മടക്കവും എന്ന് ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ മുഅ്മിനായ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടതാണ്. കണ്ണു തുറന്ന ഉടനെ ഈ പ്രാർത്ഥന അർത്ഥമറിഞ്ഞു ചൊല്ലുക എന്നത് സത്യവിശ്വാസി അതിന് കടപ്പെട്ടവരാണ്. കാരണം അവൻ ഉറക്കിൽ മരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഉറക്കിൽ മരിക്കാതെ ജീവിക്കാൻ അവൻ അനുഗ്രഹം നൽകിയത് അല്ലാഹു തആലയാണ്. ഇന്ന് എനിക്ക് അല്ലാഹു തന്നത് പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള ഒരു ബോണസ് ദിവസമാണെന്ന് ഓരോ പ്രഭാതത്തിലും മനുഷ്യൻ വിചാരിക്കേണ്ടതുണ്ട്. ഒരു 100 ലക്ഷം കോടിയുടെ അനുഗ്രഹങ്ങളാണ് ഒരു ദിവസം ആയുസ്സിൽ നമുക്ക് കിട്ടുമ്പോൾ അല്ലാഹു തആല നമുക്ക് തരുന്നത്. ഉറക്കത്തിലെ മരണങ്ങൾ ധാരാളമാണ്. കണക്കനുസരിച്ച് ലോകത്താകെ ഏകദേശം 25,000 മുതൽ 45,000 വരെ ആളുകൾ ഓരോ ദിവസവും ഉറക്കത്തിൽ മരണമടയുന്നുണ്ട്. ഉറക്കത്തിലാണ് മരിച്ചത്. രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേൽക്കുന്നില്ല എന്നുള്ള വാർത്തകൾ ധാരാളമായി നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഒരു മാസത്തെ കണക്കെടുത്താൽ ലോകത്തിൽ ഏകദേശം 7.5 ലക്ഷം മുതൽ 13.5 ലക്ഷം വരെ ആളുകൾ ഒരു മാസത്തിൽ ഉറക്കത്തിൽ മരിക്കുന്നുണ്ട്. ഒരു വർഷത്തിലാണെങ്കിൽ ഏകദേശം 90 ലക്ഷം മുതൽ
1,60,00,000 ആളുകൾ വരെ ലോകത്താകെ ഉറക്കത്തിൽ മരണമടയുന്നുണ്ട്. ഈ കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ കടന്ന് നമ്മൾ ആ കണക്കിൽ പെടാത്തത് അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്താണ്. അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്താണ്, റഹ്മത്താണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം പ്രഭാതവുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ടത്, സുബഹിക്ക് എഴുന്നേൽക്കാതെ നേരം പുലരുന്നവരെ ഉറങ്ങി ആ വെയിൽ മുഖത്തടിക്കുമ്പോൾ മാത്രം എണീക്കുന്ന ആളുകളെക്കുറിച്ച് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് പിശാച് അവൻ്റെ ഇരുചെവികളിലും മൂത്രമൊഴിച്ച മനുഷ്യനാണ്. വൈകി ഉണർന്നെണീറ്റ് വരുന്ന ആളുടെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിട്ടുണ്ടാവും എന്നാണ് റസൂലുള്ളാഹി, സത്യം മാത്രം പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ സുബഹിക്ക് എഴുന്നേൽക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്യണം. പിശാചിൻ്റെ കെണിയിൽ നിന്ന് അള്ളാഹുവോട് കാവൽ ചോദിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതുവരെ പ്രാർത്ഥനകളിലും ദിക്റുകളിലും മുഴുകുമായിരുന്നു. സൂര്യൻ ഉദിച്ചോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ഉദിച്ചു എന്ന് മറുപടി ലഭിച്ചാൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഖാലനാ യൗമനാ ഹാദാ വലം യുഹ്ലിക്നാ ബിദുനൂബിനാ. നമ്മുടെ പാപങ്ങൾ കാരണം നമ്മെ നശിപ്പിക്കാതെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് ജീവിക്കാൻ അനുവാദം നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. മനുഷ്യൻ്റെ പാപങ്ങൾ കൊണ്ട് മനുഷ്യനെ നശിപ്പിക്കുകയാണെങ്കിൽ ഈ ലോകത്തൊരു മനുഷ്യൻ പോലും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. നാലാമത്തെ കാര്യം, പ്രഭാത സമയത്തെ ബർക്കത്ത്, അതിനെ നമ്മൾ തേടണം. ഉമ്മത്തിൻ്റെ ബർക്കത്ത് നൽകപ്പെട്ടിരിക്കുന്നത് പ്രഭാതത്തിലാണ്. ഈ സമയം ഉറങ്ങിത്തീർക്കാനുള്ളതല്ല. സുബഹിക്ക് ശേഷം ഉറങ്ങുക എന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ബർക്കത്തിന് തടസ്സം വരുത്തുന്ന കാര്യമാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന് അവിടെ പ്രഭാതങ്ങളിൽ നീ ബർക്കത്ത് നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി കാണാം. സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതുവരെ വീണ്ടും ഉറങ്ങുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് സത്യവിശ്വാസി. കാരണം ആ സമയത്ത് വളരെ ബർക്കത്തുള്ള സമയമാണ്. ആ സമയത്തെ ബിസിനസ്സും ആ സമയത്തെ പഠനവുമൊക്കെ ഏറെ ഫലപ്രദമായി തീരും. മനുഷ്യ ശരീരത്തിലെ ഉന്മേഷവും ശ്രദ്ധയും നൽകുന്ന കോർട്ടിസോൾ ഹോർമോൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പുലർച്ചെ 6 മണിയോടുകൂടിയാണെന്ന് പഠനത്തിൽ തെളിയിച്ചിട്ടുണ്ട്. പഠനത്തിനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അനുയോജ്യമായ സമയമാണ് രാവിലെ ആ സുബഹി കഴിഞ്ഞ് ഉദയം വരെയുള്ള സമയം. പ്രബോധത്തിൽ തലച്ചോർ ശൂന്യമായ ഒരു സ്ലേറ്റ് പോലെയാണ്. ഈ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ, ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അത് ദീർഘകാലം ഓർമ്മയിൽ നിൽക്കുകയും ആ കാര്യം ഉപകാരപ്പെടുകയും ചെയ്യും. ഒരു വ്യാപാരിയായിരുന്ന സഖർ ഇബ്നു വആദ റഹ്മഹുല്ലാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചെന്നത് കേട്ടതു മുതൽ അദ്ദേഹം തൻ്റെ കച്ചവട കാര്യങ്ങളിൽ വലിയൊരു മാറ്റം വരുത്തി. അദ്ദേഹം തൻ്റെ കച്ചവട സംഘങ്ങളെ, ചരക്കുകളെയും വിദൂരതയിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രഭാതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ യാത്രയാക്കുമായിരുന്നു. സുബഹി നമസ്കാരത്തിന് ശേഷം സമയം ഒട്ടും കളയാതെ കച്ചവടത്തിന് തുടക്കം കുറിക്കുമായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ വലിയ ലാഭം കച്ചവടത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അഞ്ചാമത്തെ കാര്യം, സുബഹി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. പ്രഭാതത്തിലെ ഏറ്റവും വലിയ ഇബാദത്ത് സുബഹി നമസ്കാരമാണ്. മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന സമയമാണ്. പകലിലെ മലക്കുകളും രാത്രിയിലെ മലക്കുകളും സമ്മേളിക്കുന്ന സമയമാണ്. 2 മലക്കുകളും എഴുതി വെക്കും സുബഹി നമസ്കാരത്തെക്കുറിച്ച്. ഇവിടെ നിന്നും രാത്രിയുടെ മലക്കുകൾ തിരിച്ചു ചെല്ലുമ്പോൾ ചോദിക്കും, എൻ്റെ അടിമ, നിങ്ങൾ അവിടെ എത്തിയപ്പോൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? സുബഹി നമസ്കരിക്കുകയായിരുന്നു എന്ന് മലക്കുകൾ പറയും. ഇനി ഇവിടെ വന്നിറങ്ങിയ മലക്ക് വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ ചോദിക്കും, എൻ്റെ അടിമ, നിങ്ങൾ ചെന്നപ്പോൾ എന്താണ് ചെയ്തിരുന്നത്? സുബഹി നമസ്കരിക്കുകയായിരുന്നു. 2 സുബഹിയുടെ പ്രതിഫലം കിട്ടും. 2 മലക്കുകളും എഴുതി വെക്കും, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ.
ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നമസ്കാരം നമ്മൾ നിലനിർത്തണം. തീർച്ചയായും പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാകുന്നു. പുരുഷന്മാർ സുബഹി നമസ്കാരം വീട്ടിൽ നിന്നല്ല നമസ്കരിക്കേണ്ടത്, പള്ളിയിൽ ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ മുൻകൂട്ടി അലാറം വെച്ച് തയ്യാറാകേണ്ടതുണ്ട്. സുബഹി നമസ്കാരം കിട്ടിയാൽ എന്താണ് സംഭവിക്കുക? അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കാൻ സാധിക്കും. സുബഹി നമസ്കരിക്കുന്നവൻ അള്ളാഹുവിന് നേരിട്ടുള്ള കാവലിലാണ്. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ല. മൻ സ്വല്ല സുബ്ഹ, ആരെങ്കിലും സുബഹി നമസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ല, അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം സുബഹി ജമാഅത്ത് നമസ്കരിക്കുന്നവർക്കുണ്ടായിരിക്കും. പകലിൽ ഉണ്ടാകാനിടയുള്ള അപകടങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും അള്ളാഹു രക്ഷ നേടണമെങ്കിൽ സുബഹി നമസ്കാരം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കൃത്യമായി നിർവഹിച്ചാൽ മതി. സുബഹിയുടെ സുന്നത്ത് 2 റക്അത്ത് നമസ്കാരം അതൊരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും വിട്ടിരുന്നില്ല. അൻ ഖത്താദ അൻ സുറാറത്ത് ബിൻ ഔഫ അൻ സഅദ് ബിൻ ഹിശാം അൻ ആയിഷ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റകഅത അൽ ഫജ്രി ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും ഉത്തമമാണ്. ഈ ദുനിയാവിലെ മുഴുവൻ സമ്പത്തിനേക്കാളും ഉത്തമമാണ്. ഖബറിൽ കിടക്കുന്ന ആളുകൾ എന്താണിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അപ്പോൾ സഹാബത്ത് പല മറുപടിയും പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദുനിയാവിലേക്ക് തിരിച്ചു വരികയും 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പല 2 റക്അത്തുകളും റവാത്തിബുകളായി തഹിയ്യത്തുകളായി നമസ്കരിക്കേണ്ടത് വിട്ടുപോകുന്നവർ ശ്രദ്ധിക്കുക. ഖബറിൽ ചെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം നടപ്പിലാക്കാനുള്ള സമയവും സന്ദർഭവുമാണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രഭാതത്തിലെ ദിക്റുകൾക്ക് പ്രാധാന്യമുണ്ട്. ആ ദിക്റുകൾ പിശാചിൽ നിന്നും ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പ്രഭാതത്തിലെ ദിക്റുകൾ ഒരു കോട്ടയാണ്. യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹു ബുക്റതൻ വഅസീലാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ ധാരാളമായി അനുസ്മരിക്കുക, സ്മരിക്കുക, കാലത്തും വൈകുന്നേരവും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക എന്ന് പ്രത്യേകം ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുകയാണ്, അദ്കാറു സ്വബാഹു വൽ മസാഅ ബിമൻസിലത്തി ദർഇ കുല്ലമാ സാദ സുംകുഹു വലം യതഅത്തറ സാഹിബഹു. പ്രഭാത പ്രദോഷ ദിക്റുകൾ ഒരങ്കിയും പരിചയം പോലെയാണ്. പിശാചിൽ നിന്നുള്ള ഒരങ്കിയും പരിചയം പോലെയാണ്. അതിൻ്റെ കനം കൂടുന്തോറും അത് ധരിച്ചവൻ ഒരു അപകടവും സംഭവിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ അപകടം സംഭവിക്കാതിരിക്കാൻ, നമ്മുടെ പിശാച് പിടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ, അവൻ്റെ ആ ഒരു മനഹജിലേക്ക് വലിച്ചിടാതിരിക്കാൻ ഏറ്റവും വലിയ സംരക്ഷണമാണ് അദ്കാറു സ്വബാഹും അദ്കാറുൽ മസാഉകളും. അല്ലാദാഉ ഖൂതുൻ നഫ്സ് ഫഇല്ലം നതഅദ്ദ അദാഉൻ സഖതത്തിൽ ഖുവ. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാണ്, പ്രഭാതത്തിലെ ഈ ദിക്റുകൾ ആത്മാവിൻ്റെ ആഹാരമാണ്, ആത്മാവിൻ്റെ കോട്ടയാണ്. ഞാൻ ഇത് നിർവഹിച്ചില്ലെങ്കിൽ എൻ്റെ ആത്മീയ ശക്തി ക്ഷയിച്ചു പോകും. ആത്മീയമായ ശക്തി ഉണ്ടാകണമെങ്കിൽ, ആത്മവിശ്വാസം വർദ്ധിക്കണമെങ്കിൽ സുബഹിക്ക് ശേഷമുള്ള ദിക്ർ ചൊല്ലിയാൽ മതി. സുബഹിക്ക് ശേഷം കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും പ്രഭാത ദിക്റുകൾക്ക് മാറ്റിവെക്കുക. മൊബൈൽ ഫോൺ നോക്കുന്നത് അതിന് ശേഷമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രഭാത പ്രാർത്ഥനകൾ പതിവാക്കൽ, അതുകൊണ്ട് ഇന്ന് നമുക്ക് വലിയ കാര്യമുണ്ടാകും. സുബഹിക്ക് ശേഷമുള്ള സമയം അതിന് മാറ്റിവെക്കണം. സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിലോ നമസ്കാരപ്പായിലോ ഇരുന്ന് ദിക്റുകൾ ചൊല്ലിത്തീർക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തത്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെല്ലണം. പ്രാർത്ഥനകളുടെ അർത്ഥം ഗ്രഹിക്കുമ്പോൾ ഹൃദയ സാന്നിധ്യം വർദ്ധിക്കുകയും അത് ചൊല്ലാനുള്ള ആഗ്രഹം കൂടുകയും ചെയ്യും. മൂന്നാമത്തത്, പുസ്തകങ്ങളോ ആപ്പുകളോ ഉപയോഗിക്കുക. ഹിസ്നുൽ മുസ്ലിം പോലെയുള്ള വിശ്വസനീയമായ പ്രാർത്ഥനാ സമാഹാരങ്ങൾ മൊബൈൽ ആപ്പുകളായിട്ട് ലഭ്യമാണ്. അതെടുത്ത് അതിൽ നിന്ന് ചെല്ലാൻ നമുക്ക് ശ്രദ്ധിക്കണം. അതേപോലെ 8ാമത്തെ ഒരു കാര്യം, പകലിൻ്റെ തുടക്കം നന്മയിലാക്കുക. ഹസനുൽ ബസരി റഹ്മഹുല്ലാഹ് പറയുകയാണ്, യാ ഇബ്നു ആദം അന ഖൽഖുൻ ജദീദ് വഅലാ അമലിക ഷഹീദ് വതസവ്വദ് മിന്നി. ആദമിൻ്റെ മകനെ, ഞാൻ ഒരു പുതിയ സൃഷ്ടിയാണ്,
നിന്റെ കർമ്മങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. അതിനാൽ എന്നിൽ നിന്ന് നീ നന്മകൾ സംഭരിച്ചു കൊള്ളുക എന്ന് പകല് പറയുമത്രേ. ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആരോടെങ്കിലും ദേഷ്യപ്പെടുകയോ ചീത്ത പറയുകയോ ചെയ്യാതെ പുഞ്ചിരിയോടെ സലാം പറഞ്ഞ് ദിവസം ആരംഭിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രഭാതത്തിലെ ദാനം അത് വലിയ സ്വതക്കു വലിയ മാറ്റുകൂട്ടും നമ്മുടെ ജീവിതത്തിൽ. എല്ലാ ദിവസവും 2 മലക്കുകൾ വന്ന് ദുആ ചെയ്യും. മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദ فيه إلا مكان ينزلان فيقول أحدهما اللهم أعطي منفقا خلفا. ദാസന്മാർക്ക് പ്രഭാതത്തിലാകുന്ന ഒരു ദിവസവുമില്ല 2 മലക്കുകൾ ഇറങ്ങി വന്ന് അവരിലൊരായി ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടല്ലാതെ, അല്ലാഹുവേ, ദാനം ചെയ്യുന്നവന് നീ പകരം നൽകണമേ. രാവിലെ കൊടുക്കുന്ന ദാനം മലക്കിൻ്റെ പ്രാർത്ഥന കിട്ടുന്ന കാര്യമായിരിക്കും. വീട്ടിൽ ഒരു ചെറിയ സ്വതക്ക ബോക്സ് വെച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിൽ ചെറിയൊരു തുക, 1 രൂപയെങ്കിലും നിക്ഷേപിച്ചാൽ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമൻ, ഇന്ന് ആരാണ് നോമ്പ് നോറ്റവർ? ഖാല അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന, ഞാനുണ്ട്. ഖാല ഫമൻ അത്അമൽ യൗമ മിസ്കീനൻ, ഇന്നാരുണ്ട് ഭക്ഷണം കൊടുത്ത ആൾ? ഖാല അബൂബക്കറിൻ അന, ഞാനുണ്ട് എന്ന് പറയുകയാണ്. ഫമൻ ശഹിദ മിൻകുമുൽ യൗമ ജനാസതൻ, ഇന്നൊരു ജനാസയെ അനുഗമിച്ചവൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഖാല അബൂബക്കറിൻ അന, ഞാനുണ്ടെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദൻ, ആരുണ്ട് ഇന്നൊരു രോഗിയെ സന്ദർശിച്ചവൻ എന്ന് ചോദിക്കുമ്പോൾ ഖാല അബൂബക്കറിൻ അന, ഞാനുണ്ട് എന്ന്. പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. പ്രഭാതത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ വലിയ മാറ്റമാണ് നാളെ പരലോകത്ത് നമ്മളെ കിതാബിൽ, മീസാനിൽ, ഹിസാബിൽ, സിറാത്തിൽ ഉണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കണം. 10ാമത്തെ കാര്യം, ജീവിത വിഭവങ്ങൾ റിസ്ക് തേടിയിറങ്ങുക. അലസത വിശ്വാസിക്ക് ചേർന്നതല്ല. പ്രഭാതത്തിൽ തന്നെ തൊഴിലായി ഇറങ്ങണം. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ് വദ്കുറുല്ലാഹ കതീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അങ്ങനെ നമസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് തേടിക്കൊള്ളുകയും ചെയ്യുക. നിങ്ങൾ അള്ളാഹുവെ ധാരാളമായി ഓർക്കുകയും ചെയ്യുക. നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. അപ്പോൾ വിജയത്തിനുള്ള മാർഗം എന്താണ്? 1 നമസ്കാരം, 2 അത് കഴിഞ്ഞാൽ തൻ്റെ സ്വന്തം ഉപജീവനത്തിനു വേണ്ടി അധ്വാനിക്കുക, 3 അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ചോദിക്കുക, 4 അള്ളാഹുവിൻ്റെ ധാരാളമായി ദിക്ർ ചൊല്ലുക. ഇതൊക്കെ രാവിലെ സമയത്തുണ്ടായാൽ നമ്മുടെ ജോലിക്ക്, നമ്മുടെ ഉപജീവനത്തിന്, നമ്മുടെ ജീവിതത്തിന് വലിയ സമാധാനവും പുരോഗതിയും ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കണം. ജോലിക്ക് പോകുന്നവർ മടി പിടിക്കാതെ ഇതെൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള ഇബാദത്താണ് എന്ന നിയ്യത്തിൽ ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ വലിയ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുക. അദ്കാർ സ്വബാഹ് ചൊല്ലി, അദ്കാർ മസാഹ് ചൊല്ലി, സുബൈ ജമാഅത്തിന് പങ്കെടുത്ത് സുബൈയുടെ സുന്നത്ത് മുടക്കാതെ നമസ്കരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. രാവിലെ ചൊല്ലേണ്ട ദിക്റുകളിൽ പ്രധാനപ്പെട്ട ദിക്റുകളുടെ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ അത് അല്ലാഹുവിനോടുള്ള സംസാരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ, നീയാണ് എൻ്റെ രക്ഷിതാവ്, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഖലഖ്തനി വ അന അബ്ദുക, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ അടിമയാണ്. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, ഞാൻ നിന്നോടുള്ള കരാറും വാഗ്ദാനവും കഴിയുന്നത്ര പാലിക്കുന്നു. വ അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു, ഞാൻ ചെയ്തു പോയ എല്ലാ തിന്മയിൽ നിന്നും നിന്നോട് ഞാൻ ശരണം തേടുന്നു. കൽബിൽ, ഹൃദയത്തിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവന് എന്തു വലിയ ആശ്വാസമാണ് ലഭിക്കുക. അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ലക ബിദംബി,
എനിക്ക് നീ അനുഗ്രഹം ചെയ്തത് ഞാൻ അംഗീകരിക്കുന്നു, എൻ്റെ പാപങ്ങൾ ഞാൻ സമ്മതിക്കുന്നു റബ്ബേ. ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അതിനാൽ നീ എനിക്ക് പുറത്തു തരണമേ. തീർച്ചയായും നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുകയില്ല. എന്നും രാവിലെയും എന്നും വൈകുന്നേരവും ഇത് യഖീനോടുകൂടി ചെല്ലിയാൽ, ദൃഢതയോടുകൂടി ചെല്ലിയാൽ, അർത്ഥമറിഞ്ഞ് ചെല്ലിയാൽ, രാവിലെ ചെല്ലിയവൻ വൈകുന്നേരം ആകുമ്പോഴേക്ക് മരിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ദിക്റാണ് അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിന് നീ പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും നൽകണമേ. അല്ലാഹുവേ, എൻ്റെ കേൾവിക്ക് നീ പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും നൽകണമേ. അല്ലാഹുവേ, എൻ്റെ കാഴ്ചക്ക് നീ പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും നൽകണമേ. നീ അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അല്ലാഹുവേ, കുഫ്റിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അല്ലാഹുവേ, ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നീ അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. എത്ര വിപുലാർത്ഥമുള്ള പ്രാർത്ഥനയാണ് ഇതൊക്കെ. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? കേൾവിയെക്കുറിച്ച്, കാഴ്ചയെക്കുറിച്ച്, ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്, കുഫ്റിൽ നിന്ന് രക്ഷ, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ, ഇതൊക്കെ ഒരു പ്രാർത്ഥനയിൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ വ ആഖിരി വ മാലി, അല്ലാഹുമ്മ അസ്തുർ ഔറാതി വ ആമൻ റൗആതി, അല്ലാഹുമ്മ അഖ്ഫിർനി മിൻ ബൈനി യദയ്യ വ മിൻ ഖൽഫി വ അൻ യമീനി വ അൻ ശിമാലി വ മിൻ ഫൗഖി, അഊദു ബിഗളബതിക അൻ ഉഗ്താല മിൻ തഹ്തി. എത്ര മനോഹരമായി അല്ലാഹുവിനോട് സംസാരിക്കുന്ന രൂപേണ ഉള്ള ദിക്റാണിത്. അല്ലാഹുവേ, ഞാൻ നിന്നോട് ദുനിയാവിലും ആഖിറത്തിലും വിട്ടുവീഴ്ചയും സൗഖ്യവും ചോദിക്കുന്നുണ്ട്. അല്ലാഹുവേ, എൻ്റെ ദീനിലും ദുനിയാവിലും കുടുംബത്തിലും സമ്പത്തിലും ഞാൻ നിന്നോട് വിട്ടുവീഴ്ചയും സൗഖ്യവും ചോദിക്കുന്നു. അല്ലാഹുവേ, എൻ്റെ ന്യൂനതകൾ നീ മറച്ചു വയ്ക്കണമേ. എൻ്റെ വിഫലതകളിൽ നീ എനിക്ക് നിർഭയത്വം നൽകണമേ. അല്ലാഹുവേ, എന്നെ നീ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തൂടെയും ഇടതുഭാഗത്തിലൂടെയും മുകളിലൂടെയും കാത്തുരക്ഷിക്കണമേ. എൻ്റെ താഴ്ഭാഗത്തുകൂടി ഭൂമിയിൽ ആഴ്ത്തപ്പെടുന്നതിൽ നിന്നും നിന്റെ മഹത്വം മുഖേന ഞാൻ അഭയം തേടുന്നു. എന്തൊക്കെ ദിക്റുകൾ! യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ, നിന്റെ കാരുണ്യം മുഖേന ഞാൻ നിന്നോട് സഹായം തേടുന്നു. എൻ്റെ കാര്യങ്ങൾ മുഴുവനും എനിക്ക് നീ ഗുണകരമാക്കി തരണമേ. കണ്ണിമ വെട്ടുന്നത്ര സമയം പോലും എന്നെ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. എന്തൊക്കെ ചോദ്യങ്ങളാണ് രാവിലെയുള്ള അദ്കാറുകളിൽ ചോദിക്കുന്നത്. ഇത് രാവിലെ ചോദിച്ച ഒരാൾക്ക് പിന്നെ എങ്ങനെ ഭയമുണ്ടാകും, എങ്ങനെ ദുഃഖമുണ്ടാകും, എങ്ങനെ അസ്വസ്ഥതയുണ്ടാകും, എങ്ങനെ അരക്ഷിതാവസ്ഥ മനസ്സിലുണ്ടാകും? ഇല്ല സുഹൃത്തുക്കളെ, അതുകൊണ്ട് ധാരാളമായി രാവിലെയുള്ള ദിക്റും വൈകുന്നേരമുള്ള ദിക്റും ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ച് സൂക്ഷ്മമായി ജീവിച്ച് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് മരിച്ചു പോകുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരനുഭവിക്കുന്ന പ്രയാസത്തിന് അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ ഇണകളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.